പെട്ടെന്നൊരു വേനൽക്കാലം വരൾച്ചയും ചൂടും ഒക്കെയുള്ള ഒരു വേനൽക്കാലത്ത് നിന്ന് പെട്ടെന്ന് മഴയിലോട്ട് വരികയാണ്. അഭ്യംഗം, കിഴി, നമ്മുടെ കർക്കിടക്കഞ്ഞി ഇതൊക്കെ നമ്മുടെ പിത്തത്തിനെ ശമിപ്പിക്കാനും വാദത്തിനെ ശമിപ്പിക്കാനും വേണ്ടി ഉദ്ദേശത്തിലാണ്. നമ്മുടെ കേരളത്തിൽ സമ്മറും റെയിനി സീസണിൻ്റെയും ഇടയിൽ വരുന്ന ഒരു സീസണാണ് നമ്മുടെ കർക്കിടകം. എല്ലാവരും ഒത്തിരി പ്രാധാന്യത്തോടു കൂടി പറയുന്ന ഒരു പീരീഡുമാണ് കർക്കിടകം. എന്നാൽ എന്തുകൊണ്ടാണ് ഈ ടൈമിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കണം അല്ലെങ്കിൽ നമ്മളുടെ ദേഹശുദ്ധീകരണം നടത്തണം എന്ന് പറയുന്നത്? പെട്ടെന്നൊരു വേനൽക്കാലം വരൾച്ചയും ചൂടും ഒക്കെയുള്ള ഒരു വേനൽക്കാലത്ത് നിന്ന് പെട്ടെന്ന് മഴയിലോട്ട് വരികയാണ്. ആ മഴയത്താണെങ്കിലോ നല്ല തണുപ്പ് വരുന്നു, വെള്ളം വരുന്നു. അപ്പോൾ ഈ ചൂടായിരിക്കുന്ന മണ്ണിലോട്ട് ഈ വെള്ളം വരുമ്പോൾ അവിടെ അമ്ലത്വം കൂടുകയാണ്. അതുകൊണ്ട് ഈ സോയിലിനകത്തുള്ള pH ഇൻക്രീസ് കാരണം എല്ലാ വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനും ഒക്കെ ഈ ഒരു അമ്ലത്വം എക്സ്പീരിയൻസ് ചെയ്യും. ഇത് നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ബോഡിക്കകത്തും പിത്തത്തിൻ്റെ വൃദ്ധിയാണ് കാണുന്നത്. ഈ പിത്തം കൂടുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള അസുഖങ്ങളും വരാൻ ചാൻസസ് ഉണ്ട്. വാതവും പിത്തവും ഇത് നേരെ ഓപ്പോസിറ്റ് ക്വാളിറ്റീസ് ഉള്ള രണ്ട് ദോഷങ്ങളാണ്. ഇത് രണ്ടും ദോഷാവസ്ഥയിലെത്തും നമ്മുടെ മഴക്കാലത്ത്. അപ്പോൾ ഈ കർക്കിടകത്തിൽ നമ്മൾ ചികിത്സ ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ഒന്ന്, ആരോഗ്യം വർദ്ധിപ്പിക്കാം, രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാം. പിന്നെ ഈ ഒരു വർഷത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ ദോഷാവസ്ഥകളും നമുക്ക് ഈക്വലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പീരീഡാണ് കർക്കിടകം. അപ്പോൾ ഈ ടൈമിൽ എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ്സ് മെയിനായിട്ട് ചെയ്യുന്നത്? അഭ്യംഗം, കിഴി, നമ്മുടെ കർക്കിടക്കഞ്ഞി ഇതൊക്കെ നമ്മുടെ പിത്തത്തിനെ ശമിപ്പിക്കാനും വാദത്തിനെ ശമിപ്പിക്കാനും വേണ്ടി ഉദ്ദേശത്തിലാണ്. ഈ കർക്കിടകത്തിൽ നമ്മുടെ യുക്തിക ആയുർവേദത്തിൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഓരോ പേഷ്യൻസിനും യോജിച്ച രീതിയിൽ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ക്യൂറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് ഈ താഴെ കൊടുത്തേക്കുന്ന നമ്പറിൽ വിളിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം.